Hi friends, IBPS RRB PO Mains Computer Awareness സെക്ഷൻസിന്റെ പ്രീവിയസ് ഇയർ പേപ്പർ ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം IBPS RRB PO ആൻഡ് ക്ലർക്ക് മെയിൻസ് എക്സാംസിന് കമ്പ്യൂട്ടർ അവയർനെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ 40 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. പെർ ക്വസ്റ്റ്യൻ ഹാഫ് മാർക്ക് ആണ്. അതുകൊണ്ട് 40 ക്വസ്റ്റ്യൻസിന് 20 മാർക്സ് ആയിട്ടാണ് വരുന്നത്. സോ നമുക്ക് IBPS RRBക്ക് കമ്പ്യൂട്ടറിൽ വരുന്ന ഒരു സിലബസ് ഉണ്ട്. ആ സിലബസ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സർഫസിലൂടെ കവർ ചെയ്താൽ മതി. ഒത്തിരി ഡീപ്പായി പഠിക്കേണ്ട ആവശ്യമില്ല. ആ സിലബസ് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം ബോറില്ലാത്ത സ്കോർ ഈ ഒരു സെക്ഷനിലൂടെ നമുക്ക് കിട്ടും. സോ ഇതൊരു അഡീഷണൽ ബെനിഫിറ്റ് ആണ് നമ്മുടെ IBPS RRB എക്സാംസിന് കമ്പ്യൂട്ടർ എന്നുള്ളത്. ഓക്കെ, സോ ഈവൻ കമ്പ്യൂട്ടർ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരിക്കും. അത്രയും ഒരു ആ ടൈപ്പ് ക്വസ്റ്റ്യൻസേ ഈ ഒരു സെക്ഷനിൽ ചോദിക്കാറുള്ളൂ. ഓക്കെ, സോ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് റിലീസ് ആയതിൽ നിന്ന് IBPS RRB PO മെയിൻസിന്റെ കമ്പ്യൂട്ടർ അവയർനെസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Where is the document temporarily stored during working on a PC? പേഴ്സണൽ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ എവിടെയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അവിടെ ഒരു വേർഡ് ഉണ്ട്, ടെമ്പററി സ്റ്റോർഡ്. സോ നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ പെർട്ടിക്കുലർ ആ വേർഡ്, ആ യൂസേജ് നോക്കുക. ബിക്കോസ് കമ്പ്യൂട്ടർ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ഒരു പെർട്ടിക്കുലർ ആ വേർഡിങ് നന്നായി ശ്രദ്ധിക്കുക. അവിടെ തന്നെ ആൻസർ ഉണ്ടാവും. സോ ഓപ്ഷൻസ്: ഹാർഡ് ഡിസ്ക്, CD-ROM, RAM, ROM, USB ഡ്രൈവ്. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ആൻസർ ഈസ് റാം. നമുക്കറിയാലോ റാം എന്താണ്. നമ്മൾക്ക് ഇപ്പൊ നമ്മളൊരു PC-യിൽ വർക്ക് ചെയ്യുകയാണ്, നമ്മൾ കമ്പ്യൂട്ടറിൽ നമ്മൾ ഡാറ്റ എൻട്രി ചെയ്യാണ്, നമ്മൾ ഡോക്യുമെന്റ് എടുക്കുകയാണെങ്കിൽ അത് ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മളെ റാമിലേക്കായിരിക്കും. റാൻഡം ആക്സസ് മെമ്മറി റാമിലേക്കായിരിക്കും. അപ്പൊ പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാം വോളട്ടൈൽ മെമ്മറി ആണ്. പവർ ലോസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റും അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെടും. സോ അതൊരു ടെമ്പററി സ്റ്റോറേജ് ആണെന്ന് ആലോചിക്കുക. ഓക്കെ, ചില എക്സാംസിൽ ഡയറക്റ്റ് താഴെ കൊടുത്തവയില് വോൾട്ടൈൽ മെമ്മറി ഏതാണ്, നോൺ വോൾട്ടൈൽ മെമ്മറി ഏതാണ്, അത്തരം സിമ്പിൾ ക്വസ്റ്റ്യൻസ് പോലും ചോദിച്ചിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ പ്രൈമറി പർപ്പസ് ഓഫ് മൈക്രോസോഫ്റ്റ് ആക്സസ്? സോ മൈക്രോസോഫ്റ്റ് ആക്സസിന്റെ പ്രൈമറി പർപ്പസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: വേർഡ് പ്രോസസിംഗ്, സ്പ്രെഡ്ഷീറ്റ് ക്രിയേഷൻ, ഡാറ്റാബേസ് മാനേജ്മെന്റ്, ഗ്രാഫിക് ഡിസൈൻ, ഇമെയിൽ മാനേജ്മെന്റ്. ആക്ച്വലി നമുക്ക് മൈക്രോസോഫ്റ്റ് ആക്സസ് അധികം ആൾക്കാർക്കും അത്ര ഫെമിലിയർ ആയിട്ടൊരു കാര്യമല്ല. നമുക്ക് വേർഡ് അറിയാം, എക്സൽ അറിയാം, നമുക്ക് എന്തറിയാം, പവർ പോയിന്റ് അറിയാം. പക്ഷെ ഇത് ഫോർത്ത് വൺ മൈക്രോസോഫ്റ്റ് ആക്സസ് എന്നുള്ളത് നമുക്ക് അത്രമാത്രം ഫെമിലിയർ അല്ല. പക്ഷെ നമുക്ക് കേട്ടിട്ടുണ്ടാവാം. എന്നിരുന്നാൽ കൂടി നിങ്ങൾ ഓപ്ഷൻസ് നോക്കുക. ഈ ഓപ്ഷൻസ് 5 ഓപ്ഷൻസിൽ നിന്നും എവിടെയാണ് മൈക്രോസോഫ്റ്റ് ആക്സസ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്? നമുക്ക് കിട്ടും അല്ലെ? അതായത് വേർഡ് പ്രോസസ്സിൽ ആവശ്യമില്ല, സ്പ്രെഡ്ഷീറ്റിൽ ആവശ്യമില്ല, ഗ്രാഫിക് ഡിസൈൻസിൽ ആവശ്യമില്ല, ഇമെയിലിൽ ആവശ്യമില്ല. സോ ദ ആൻസർ ഈസ് ഡാറ്റാബേസ് മാനേജ്മെന്റ്. സോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നമുക്ക് ആ ഒരു ഓപ്ഷൻസ് പോലും ചൂസ് ചെയ്യാൻ പറ്റും ഈ കമ്പ്യൂട്ടറിന്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: which of the following is used in memory storage to maintain the state of single bit of data? Options: register, cache, flip-flop, RAM, SSD. SSD means solid state അല്ലെ? So answer is flip-flop. സോ എന്താണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് വെച്ചാല്? ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാല് ഒരു ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. മെയിൻലി ഈ മെമ്മറി ഡിവൈസസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ബൈസ്റ്റേബിൾ സർക്യൂട്ട് ആണ്. മെയിൻലി അത് 2 സ്റ്റേറ്റിലാണ് നിൽക്കുന്നത് അല്ലെ? 2 സ്റ്റേബിൾ സ്റ്റേറ്റ്സ് ആണ് അതിനുള്ളത്, 0 and 1 എന്നുള്ളത് അല്ലെ? ട്രൂ ഓർ ഫാൾസ് അങ്ങനെയൊക്കെ പറയാം നമുക്ക്. സോ മെയിൻലി ഫ്ലിപ്പ് ഫ്ലോപ്പിനെ പറയുന്നത് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഫോർ സീക്വൻഷ്യൽ ലോജിക് സർക്യൂട്ട്സ് ഇൻ ഡിജിറ്റൽ സിസ്റ്റം എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: convert the binary number 101010 to its decimal equivalent. So എന്താണ് ബൈനറി നമ്പർ എന്ന് പറഞ്ഞാല് അവിടെ ബേസ് ഓഫ് ദ നമ്പർ ഇസ് 2 ആൻഡ് ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ് ബേസ് ഓഫ് നമ്പർ 10. നമ്മൾ യൂഷ്വലി നമ്മൾ 0 to 9 നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ആണ് ഡെസിമൽ സിസ്റ്റം അല്ലെ? സോ ഈ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, തിരിച്ചുള്ള കൺവേർഷൻ, ഓൾസോ നമ്മുടെ ഒക്ടലിലേക്കുള്ള കൺവേർഷൻ, ഹെക്സാ ഡെസിമലിലേക്കുള്ള കൺവേർഷൻ, ഈ കൺവേർഷൻസ് ഒക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കുക. ഈവൻ പ്രീവിയസ് ഇയറിലെ
പല എക്സാംസിനും ഈ ഒരു കൺവേർഷൻ വന്നിട്ടുണ്ട്. RRB അല്ലാത്ത എക്സാംസിനും കമ്പ്യൂട്ടറുള്ള എക്സാംസിനും ഈ ഒരു കൺവേർഷൻ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. സോ ആ ഒരു മെത്തേഡ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇപ്പം ബൈനറി ടു ഡെസിമൽ ആണെങ്കിലും തിരിച്ചാണെങ്കിലും കുറച്ച് ഈസിയാണ് അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ബൈനറി ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഈ ഒരു കൺവേർഷൻ അറിയില്ലെങ്കിൽ കമന്റ് ചെയ്താൽ മതി, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. സോ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ 101010 ആണെങ്കിൽ നമുക്ക് ഈ റൈറ്റ് മോസ്റ്റ് എൻഡ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പൊ റൈറ്റ് മോസ്റ്റ് എൻഡിൽ എന്താണ്? 0 0 0 into 2 raised to 0, then 1 into 2 raised to 1 plus 0 into 2 raised to 2 plus 1 into 2 raised to 3 plus 0 into 2 raised to 4 plus 1 into 2 raised to 5. So 2 raised to 0 മുതൽ 1 2 3 അങ്ങനെ 2ന്റെ പവർ കൂടിക്കൂടി വരികയാണ് ഇവിടുന്ന് റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ. അതിനെ ആഡ് ചെയ്ത് പോയേ വേണ്ടുള്ളൂ. അപ്പൊ 0 ആണെങ്കിൽ ആ നമ്പർ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം 0നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും റിസൾട്ട് 0 ആണ്. സോ 1 വരുന്ന മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, സോ ഈ കൺവേർഷൻ അറിഞ്ഞിരിക്കണം. സോ എന്താണ് ആൻസർ കിട്ടുക? അത് നോക്കി ഒന്ന് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ദ ആൻസർ ഈസ് 42. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following computer generations used vacuum tubes? Options: second generation, third generation, fourth generation, first generation, fifth generation. ഇപ്പൊ നമ്മള് ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ളൊരു പോർഷൻ ഉണ്ട് നമ്മുടെ RRBക്ക് പഠിക്കുമ്പോൾ. ആ ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടേഴ്സ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ പഠിക്കുന്ന ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടർ ആണ് അല്ലെ. അതിന്റെ ഏതൊക്കെ ഇയർലി ഡ്യൂറേഷൻസ്, ഓരോ ജനറേഷൻസ് വരുമ്പോൾ ഡ്യൂറേഷൻസ് ഉണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന എന്താണ്, അവിടെ യൂസ് ചെയ്യുന്ന എന്താണ്, അല്ലെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെമ്മറി സിസ്റ്റം എന്താണ്, അങ്ങനെയുള്ള അവിടെ പ്രൈമറി മെമ്മറി ആയിട്ട് എന്താ യൂസ് ചെയ്തിരുന്നത്, സെക്കൻഡറി മെമ്മറി ആയിട്ട് എന്താ യൂസ് ചെയ്തിരുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഹിസ്റ്ററി ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള കേസിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഇത് എല്ലാവർക്കും ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ ആലോചിച്ച് വെക്കുക, ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്തേക്കുന്നതാണ് വാക്യൂം ട്യൂബ്സ്. സോ സെക്കൻഡ് ജനറേഷൻ എന്താണ്? ട്രാൻസിസ്റ്റേഴ്സ് ആണ്. തേർഡ് ജനറേഷനിൽ എന്താണ്? IC ചിപ്സ് ആണ്. ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഫിഫ്ത്ത് ആകുമ്പോഴത്തേക്കും AI മാറിയിട്ടുണ്ട്. അപ്പൊ ഇതും ഇതിന്റെ ആ ഒരു ഇയർ ഡ്യൂറേഷനും ഒക്കെ നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കോമ്പണന്റ് temporarily stores data while the CPU performs ALU operations? എന്താണ് ALU എന്ന് പറഞ്ഞാല്? അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് ആണ് അല്ലെ. ഓക്കെ, ഓപ്ഷൻസ്: HDD, അക്യുമുലേറ്റർ, RAM, control unit, ROM. So the answer is accumulator. So എന്താണ് accumulator എന്ന് വെച്ചാല്, അതായത് ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കും, ഹോൾഡ് ചെയ്ത് വെക്കും. അതായത് നമ്മുടെ ഈ പ്രോസസ്സ് ഫാസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഈ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് ജസ്റ്റ് എന്ത് ചെയ്യും, ഈ അക്യുമുലേറ്റർ രജിസ്റ്റർ ആണ്, ആ രജിസ്റ്ററിൽ ഈ ഇന്റർമീഡിയറ്റ് റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. സോ നമ്മുടെ ആ ഒരു പ്രോസസ്സ് എന്ത് ചെയ്യും, കുറച്ചുകൂടി ഫാസ്റ്റർ ആവും. സോ അത് അക്യുമുലേറ്റർ ക്രൂഷ്യൽ റോൾ എടുക്കുന്നുണ്ട് ഇവിടെ, സ്പീഡിംഗ് ഓഫ് ദ computation by minimizing the data transfer between CPU and main memory. Okay, അപ്പൊ CPU മെയിൻ മെമ്മറി ആയിട്ടുള്ള ആ ഒരു ഡാറ്റ ട്രാൻസ്ഫറിന്റെ ടൈം മിനിമൈസ് ചെയ്തിട്ട് ആ കമ്പ്യൂട്ടേഷന്റെ പ്രോസസ്സ് കുറച്ച് സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ടെമ്പററിലി ആയിട്ട് ഈ ഇന്റർമീഡിയറ്റ് റിസൾട്ട്സ് സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെക്കുന്ന റെസിസ്റ്റേഴ്സിനെയാണ് നമ്മൾ അക്യുമുലേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In an email service, which feature is used to mark important emails for easy access? Options: archive, star mark, draft, folder, priority label. സോ ഒരു ഇമെയിൽ സർവീസിൽ നമുക്കൊരു ഫീച്ചർ ഉണ്ട് അല്ലെ. ആ ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തേക്കുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമെയിൽസിനെ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് അതെങ്ങനെയാണ് മാർക്ക് ചെയ്ത് വെക്കേണ്ടത്, അതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ യൂഷ്വലി ഇമെയിൽസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. സോ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ആൻസർ ഈസ് സ്റ്റാർ മാർക്ക്. അത് നമ്മുടെ ഈ വാട്സപ്പിലും അല്ലെ നമുക്ക് എവിടെയാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അതായത് നമ്മൾ സ്റ്റാർ ചെയ്ത് വെക്കും അല്ലെ. ഈവൻ നമ്മൾ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ പോലും ഇമ്പോർട്ടന്റ് എന്തെങ്കിലും ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്റ്റാർ ഇട്ട് വെക്കും അല്ലെ. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഹാർഡ്വെയർ? അപ്പോ താഴെ കൊടുത്തേക്കുന്നവയിൽ ഹാർഡ്വെയർ അല്ലാത്തത് ഏത്? സോ ഇത് കണ്ടോ, ഇതൊക്കെ അത്രയും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഭയങ്കരമായിട്ടുള്ള ഒരു ബേസിക് ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓപ്ഷൻസ്: ഹാർഡ് ഡിസ്ക്,
മോണിറ്റർ, പ്രിന്റർ, പൈത്തൺ, മദർബോർഡ്. സോ എന്താണ് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഏതൊക്കെയാണ് ഹാർഡ്വെയർസ്, ഏതൊക്കെയാണ് സോഫ്റ്റ്വെയർസ്, ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയർസ്, ഏതൊക്കെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒന്ന് വായിച്ചു പോയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ ദ ആൻസർ എന്താണ്? ആൻസർ ഈസ് പൈത്തൺ. എന്താണ് പൈത്തൺ? പൈത്തൺ ഒരു സോഫ്റ്റ്വെയർ ടൂൾ ആണ് അല്ലെ. അതായത് നമ്മുടെ കോഡ്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ടൂൾ ആണ് പൈത്തൺ. ബാക്കിയെല്ലാം ഹാർഡ് ഡിസ്ക്, മോണിറ്റർ, പ്രിന്റർ, മദർ ബോർഡ് ഇതൊക്കെ ഹാർഡ്വെയർസ് ആണ്. നമുക്ക് കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് ഫോർ നോൺ വോളറ്റൈൽ മെമ്മറി? ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് വോളറ്റൈൽ, എന്താണ് നോൺ വോളറ്റൈൽ, വോളറ്റൈലിന്റെ എക്സാമ്പിൾ എന്താണ്, നോൺ വോളറ്റൈലിന്റെ എക്സാമ്പിൾ എന്താണ്? ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ ഷാർപ്പായിട്ട് പഠിക്കാം. സോ ദ ഓപ്ഷൻസ്: ഡാറ്റ ഈസ് റീറ്റെയിൻഡ് ഈവൻ ആഫ്റ്റർ ദ PC is turned off. It is commonly used for long-term storage. Data is lost after the PC is off. Non-volatile memory includes devices like SSDs and hard drives. It is slower than volatile memory like RAM. അപ്പോ ഇവിടെ എന്താണ് നോട്ട് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ഡയറക്റ്റ് എന്താണ് വോളറ്റൈൽ ആൻഡ് നോൺ വോളറ്റൈലിന്റെ ഡെഫിനേഷൻ തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ദ ആൻസർ ഈസ് ഡാറ്റ ഈസ് ലോസ്റ്റ് ആഫ്റ്റർ ദ PC ഈസ് ഓഫ്. അല്ലെ, അങ്ങനെ നമുക്ക് PC ഓഫ് ആകുമ്പോൾ അല്ലെങ്കിൽ പവർ ഓഫ് ആകുമ്പോൾ ഡാറ്റ ലോസ്റ്റ് ആവുന്നത് എവിടെയാണ്? അത് വോളറ്റൈൽ മെമ്മറിയിലാണ്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് ദ യൂസ് ഓഫ് മിഡിൽ വെയർ? മിഡിൽ വെയറിന്റെ യൂസ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: middleware is used for managing hardware resources. Middleware enables the processing of multiple synchronized transactions between applications. Middleware provides direct access to system memory for faster processing. Middleware is used for storing data permanently. Middleware is responsible for user interface design. സോ ഇത്തരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്താൽ മതി. കാരണം കുറച്ച് കൺഫ്യൂസിംഗ് ആണ് അല്ലെ. കറക്റ്റ് മിഡിൽ വെയർ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ആൻസർ ഈസ് ബി. മിഡിൽ വെയർ enables the processing of multiple synchronous transactions between applications. So middleware എന്താണ്? It support real-time communication between applications ആണ്, allowing for efficient processing of multiple transactions simultaneously. അതാണ് മിഡിൽ വെയർ. ആ മിഡിൽ വെയർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? അതൊരു ആപ്ലിക്കേഷൻസിന്റെ ഇടയിൽ ഒരു റിയൽ ടൈം സപ്പോർട്ട് കൊടുക്കുന്നതാണ്. അതായത് ഒരു എഫിഷ്യന്റ് ആയിട്ട് എന്തായിട്ട് മൾട്ടിപ്പിൾ ട്രാൻസാക്ഷൻ പ്രോസസ്സ് സൈമിൾട്ടേനിയസ്ലി നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പാണ് മിഡിൽ വെയർ ചെയ്യുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following technology is used in the transactions of Bitcoin cryptocurrency? So, Bitcoin cryptocurrency നമുക്കറിയാം അല്ലെ, ക്രിപ്റ്റോ കറൻസീസ് ട്രാൻസാക്ഷൻ ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റ മൈനിങ്, ബ്ലോക്ക് ചെയിൻ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. സോ നമുക്ക് കുറച്ച് യൂഷ്വലി നമുക്ക് അറിയാവുന്ന കുറച്ച് ടേംസ്, നമ്മൾ കേട്ടിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. സോ ബിറ്റ്കോയിൻ, ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ഒരു ടേം ആണ് എന്താണ് ആൻസർ? ബ്ലോക്ക് ചെയിൻ അല്ലെ. സോ അവിടെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ. സോ എന്താ പറയുന്നത്, ഈ ഒരു ബിറ്റ്കോയിൻ ട്രാൻസാക്ഷൻസ് കൂടുതൽ സെക്യൂർ ആകാനും ട്രാൻസ്പെറന്റ് ആവാനും ഒക്കെയാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What type of malicious software appears to be legitimate but can actually cause harm to your computer or network? Options: virus, trojan, worm, spyware, ransomware. കമ്പ്യൂട്ടറിനെ ഹാം ചെയ്യുന്ന ഒരു മലീഷ്യസ് സോഫ്റ്റ്വെയർ ആണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഈസ് ട്രോജൻ. ഇപ്പൊ ട്രോജൻ ഒരു മാൾവെയർ ആണ്. അത് പക്ഷെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യില്ല.
അല്ലെ? വൈറസ് ഒക്കെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന സാധനമാണ് അല്ലെ? പക്ഷെ ട്രോജൻ വേറെ, അതാണ് ഈ വൈറസ് ഒക്കെ ഒന്ന് മാറി നിൽക്കുന്ന ഒരു അതിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്, അതിന് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ട്രോജന്. പക്ഷെ എന്ത് ചെയ്യും, അൺഓതറൈസ്ഡ് ആക്സസ് ഒക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കമ്പ്യൂട്ടറെ തന്നെ ഹാം ചെയ്യാനുള്ള ഒരു കഴിവ് ട്രോജൻസിനുണ്ട്. ഓക്കെ, സോ വൈറസ് ആണെങ്കിൽ എന്ത് ചെയ്യും, വൈറസ് സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യും. അത് വേറെ പ്രോഗ്രാമിലേക്കും സിസ്റ്റത്തിലേക്കൊക്കെ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഡാമേജ്, അതിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ ഫയലിനെ കറപ്റ്റ് ചെയ്യുക, അല്ലെ ഫയലിനെ ഡിലീറ്റ് ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വൈറസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സ്പൈവെയർ എന്താ ചെയ്യുന്നത്? സ്പൈവെയർ എന്ന് വെച്ചാൽ നമുക്കറിയാലേ, സ്പൈ വർക്കാണ്. അവിടെ എന്താണ്, നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ യൂസറിന്റെ ആക്ടിവിറ്റി ഒക്കെ സീക്രട്ട്ലി മോണിറ്റർ ചെയ്യാണ് സ്പൈവെയേഴ്സ്. അത് നമ്മളെ സ്പൈ വർക്ക് തന്നെ ആലോചിച്ചാൽ മതി. ദെൻ വേം എന്താണ്? വേം എന്ന് വെച്ച് കഴിഞ്ഞാല് നെറ്റ്വർക്സിലൂടെ സ്പ്രെഡ് ചെയ്തിട്ട് ഡിസ്റപ്ഷൻസ് കൊണ്ടുവരികയാണ് അല്ലെ? അതായത് ബാൻഡ് വിഡ്ത്തില് ചേഞ്ചസ് കൊണ്ടുവന്നിട്ട്, മെയിൻ ആയിട്ട് അതാണ് ആലോചിക്കേണ്ടത്. ബാൻഡ് വിഡ്ത്തിൽ കൺസ്യൂമിങ് ബാൻഡ് വിഡ്ത്ത് വന്നിട്ട് നമ്മുടെ ഒരു ഫയൽ ഡിസ്റപ്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ വരുന്ന ആളാണ് വേം ആണ്. ഓക്കെ, ആ ഒരു ടേം, അതായത് ബാൻഡ് വിഡ്ത്ത് ചേഞ്ച് കൊണ്ടുവരിക, ഓക്കെ, വേം, അങ്ങനെ ആലോചിച്ച് നോക്കുക. ഓക്കെ, ദെൻ റാൻസം വെയർ എന്ന് വെച്ചാൽ എന്താണ്? യൂസേഴ്സിന്റെ ആക്സസ് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്യുക, എന്നിട്ട് അതിനെ ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റാൻസംസ്, അതായത് നമുക്ക് പെയ്ഡ് ഓപ്ഷൻ ആയി കൊടുക്കുക അല്ലെ? ഇത്ര എമൗണ്ട് തരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഡീക്രിപ്റ്റ് ചെയ്യാവുന്നതാണെന്നൊക്കെയുള്ള രീതിയിൽ വരുന്നതാണ് റാൻസം വെയർ. സോ ആ ഒരു പെയ്ഡ് ഓപ്ഷൻ വരുന്ന കേസിൽ റാൻസം വെയർ ആയിരിക്കും ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വയർലെസ് USB is used in which of the following networks? Options: LAN, local area network; WAN, wide area network; PAN, personal area network; MAN, metropolitan area network; SAN, storage area network. സോ ഇത് നമുക്ക് ഓപ്ഷൻ കിട്ടുന്നതാണ്, അതായത് വയർലെസ് ആയിട്ട് ഉപയോഗിക്കുന്ന കേസ് ആണ് അല്ലെ? അപ്പൊ എന്താണ് ആൻസർ? പാൻ ആണ്. പാൻ മെയിൻലി എവിടെയാണ് യൂസ് ചെയ്യുന്നത്? പേഴ്സണൽ ഡാറ്റ അല്ലെ? അതായത് നമ്മുടെ ഒരു ഷോർട്ട് റേഞ്ചിൽ അറൌണ്ട് എ സിംഗിൾ പേഴ്സണിലാണ് ഈ ഒരു പാൻ യൂസ് ചെയ്യുന്നത്. അപ്പോ നമ്മുടെ കമ്പ്യൂട്ടർ, പ്രിന്റേഴ്സ്, ക്യാമറാസ്, അതിന്റെയൊക്കെ ഇടയിൽ നമുക്ക് ഈ ഒരു അതിന്റെയൊക്കെ ഇടയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് പാൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആന്റിവൈറസ് സോഫ്റ്റ്വെയർ? സോ താഴെ കൊടുത്തതിൽ 4 ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ്, ഏതോ ഒരെണ്ണം മാത്രം ആന്റിവൈറസ് അല്ല. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ ഒരു പേര് അറിയെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊക്കെ കുറച്ച് കോമൺ ആയിട്ട് വരുന്ന പേരുകളാണ്. McAfee, Norton, Codred, Kaspersky, AVG. So the answer is Codred. ഇവിടെ Codred ഒഴികെ ബാക്കി എല്ലാവരും കുറച്ച് ഫേമസ് ആയിട്ടുള്ള ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകളാണ്. എന്താണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ നമുക്കറിയാലോ അല്ലെ? ആന്റിവൈറസ് എന്താണ്, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ എന്താണ്, അതൊക്കെ അറിയാം. Which of the following performs the arithmetic and logic operations in a CPU? എന്താണ് ഓപ്ഷൻസ്? ALU, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, കാഷെ, രജിസ്റ്റർ. സോ ആൻസർ ഈസ് ALU. അവിടെ എന്താണ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസ് തന്നെ ചോദിക്കുന്നുണ്ട്. സോ ഓപ്ഷൻ എന്താണ്? ALU. ഈ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസിന്റെ ഷോർട്ട് ഫോം തന്നെയാണ് ALU. സോ ദ ആൻസർ ഈസ് ALU. Which of the following symbol is used to combine the contents of 2 or more cells in MS Excel? MS Excelലെ രണ്ടും അതിൽ കൂടുതലുള്ള സെൽസിലെ കണ്ടന്റ്സ് കമ്പൈൻ ചെയ്യാൻ വേണ്ടി ഏത് സിമ്പിളോ യൂസ് ചെയ്യുന്നതെന്ന് ഈസി അല്ലേ? ഓപ്ഷൻസ് നോക്കിക്കേ. പെർസെന്റേജ് ഇസ് യൂസ്ഡ് ഫോർ എന്താണ്? ഫൈൻഡ് പെർസെന്റേജ്. പ്ലസ് ഈസ് യൂസ്ഡ് ഫോർ അഡിഷൻ. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ വെയിറ്റ്. ഈക്വൽ ടു യൂസ്ഡ് ഫോർ എന്താണ്? ഒരു ഫോർമുല. MS Excelൽ ഒരു ഫോർമുല ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആണ് ഈക്വൽ ടു. ആൻഡ് സ്റ്റാർ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതാണ്. സോ ഇൻ കോമൺ സെൻസ് നമുക്ക് എടുക്കാൻ പറ്റും എന്താണ്? ആൻഡ് ആണ് ആൻസർ. ഓക്കെ, സോ എന്ത് ചെയ്യുക? കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് യൂസ് ചെയ്യും. ഈസി ആണല്ലോ. Which type of malware is designed to collect information about a user without their knowledge? യൂസറിന്റെ നോളജ് ഇല്ലാതെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന മാൽവെയർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: വൈറസ്, വേം, സ്പൈവെയർ, റാൻസം വെയർ,
ട്രോജൻ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻസർ സ്പൈവെയർ അല്ലെ. അതായത് സീക്രട്ട്ലി എന്ത് ചെയ്യുക, ഒരു യൂസറിന്റെ ആക്ടിവിറ്റീസ് മോണിറ്റർ ചെയ്യുക. അതാണ് സ്പൈവെയറുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ഷോർട്ടസ്റ്റ് ആക്സസ് ടൈം of all memory units? Options: RAM, cache, hard disk, SSD, CD-ROM. ഏതാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ്? അതായത് നമുക്ക് ആക്സസ് ടൈം കുറയാന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഫാസ്റ്റ് ആയിട്ട് മെമ്മറി ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ താഴെ പറഞ്ഞതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആൻഡ് ആൻസർ ഈസ് കാഷെ. കാഷെ ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള മെമ്മറി യൂണിറ്റ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് ATX? അപ്പോ എക്സാംസിന് ചില ഫുൾ ഫോമുകൾ അല്ലെങ്കിൽ ചില എന്താ പറയാ അബ്രിവേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. കുറച്ച് കോമൺ ആയിട്ടുള്ള അബ്രിവേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പഠിച്ചു പോവുക. പിന്നെ അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഗസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, കാരണം ഓപ്ഷൻസ് ഒക്കെ വളരെ ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ATX എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ്, ഓട്ടോമാറ്റഡ് ടെക്നോളജി എക്സ്പാൻഷൻ, അഡ്വാൻസ്ഡ് ട്രാൻസ്ഫർ എക്സ്റ്റൻഷൻ, accelerated technology X factor, auxiliary technology expansion. So the answer is advanced technology extended. So ATX എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് ടെക്നോളജി എക്സ്റ്റെൻഡഡ് ആണ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് എ മദർ ബോർഡ് ആൻഡ് പവർ സപ്ലൈ കോൺഫിഗറേഷൻ. മീൻസ് ATX അഡ്വാൻസ് ടെക്നോളജി എക്സ്റ്റെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മദർ ബോർഡ് ആൻഡ് പവർ സപ്ലൈ കോൺഫിഗറേഷൻ ആണ്. അതായത് അത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തത് ഇന്റൽ ആണ്. 1995 ഇന്റൽ ഡെവലപ്പ് ചെയ്തൊരു കോൺഫിഗറേഷൻ ആണ് ATX എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ransomware is a type of application software, encryption malware, decryption malware, antivirus software, protections malware. ഓപ്ഷൻ തന്നെ അറിയാം, നമുക്ക് ഓൾറെഡി ransomware എന്താണെന്ന് അറിയാം. ആൻസർ ഈസ് എൻക്രിപ്ഷൻ മാൽവെയർ അല്ലെ. എന്നിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, അവര് നമ്മളോട് പറയും ഒരു ഇത്ര എമൗണ്ട് അല്ലെ, ഒരു പെയ്ഡ് സംഭവമായിരിക്കും, അത് ആ രീതിയിലേക്ക് മാറും. ഇത്ര എമൗണ്ട് തന്നിട്ട് നിങ്ങൾക്ക് ഇത് ഡീക്രിപ്ഷൻ നടത്താൻ പറ്റൂ എന്നുള്ളൊരു ആ ഒരു കാര്യം നമ്മുടെ ആക്സസ് എടുത്തു കഴിഞ്ഞിട്ട് അതിന് ഡീക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിമാൻഡ് അവർ വെക്കും. അതാണ് ransomware ഉദ്ദേശിക്കുന്നത്. So next question, what is the function of control unit? Control unit function എന്താണെന്നാണ് question. Interprets instructions, print data to a printer, provides internet access, adjusts screen resolution, compresses file for storage. So options വളരെ ഈസി ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആൻസർ എന്താണ്? Interprets instructions and also it controls the flow of instructions. അപ്പൊ കൺട്രോൾ യൂണിറ്റിൽ ഒരു പ്രോസസ് ഒന്നും നടക്കുന്നില്ല, പക്ഷേ പ്രോസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്ട്രക്ഷൻസിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ യൂണിറ്റ് മെയിൻ ആയിട്ട്, അതാണ് അതിന്റെ പർപ്പസ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, which of the following are the most prominent and widely used IP protocols today? നമുക്കറിയാം അല്ലെ, IPv2 and IPv3, IPv5 and IPv7, IPv4 and IPv6, IPv1, IPv7, IPv2 and IPv5. നമുക്ക് ഈ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ അറിയാം അല്ലെ, IPv4 and IPv6 ആണ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് എത്ര ബിറ്റുകളാണ് അല്ലെ, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഉള്ളത് നോക്കണം. ആൻസർ സി. Then what is a rootkit? Rootkit, a type of software that hides malicious activities on a system. Option B, a security software used to protect sensitive data. Option C, a tool for enhancing system performance. Option D, a legitimate application used for system recovery. Option E, an antivirus used to detect malwares. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞത്. കറക്റ്റ് അറിയെങ്കിൽ മാത്രം എന്താ ചെയ്യാ നമ്മൾ ചൂസ് ചെയ്യാം. നെഗറ്റീവ് വെറുതെ ഗസ് ചെയ്ത് നെഗറ്റീവ് അടിക്കരുത്. അപ്പൊ റൂട്ട് കിറ്റ് എന്താണെന്ന് അറിയെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ എ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സോഫ്റ്റ്വെയർ ദാറ്റ് ഹൈഡ്സ് malicious activities on a system അല്ലെ. അതായത് റൂട്ട് കിറ്റ് മെയിൻലി ഡിസൈൻഡ് ടു പ്രൊവൈഡ് എന്താ പറയാ ഓട്ടോമാറ്റിക് ആക്സസ് ഉണ്ടല്ലോ, സോറി. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മലീഷ്യസ് ആക്ടിവിറ്റീസ് ഓൺ എ സിസ്റ്റം ഹൈഡ് ചെയ്ത് വെക്കുക. അതായത്
എന്ത് ചെയ്യാം, മെയിൻ ആയിട്ട് അവിടെ പ്രോസസ്സ്, ഫയല്, ഡാറ്റ ഇതൊക്കെ എന്ത് ചെയ്യുക, ഹൈഡ് ചെയ്ത് വെച്ചിട്ട് യൂസേഴ്സിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലെ. അതായത് യൂസേഴ്സിനും ആന്റിവൈറസ് പ്രോഗ്രാംസിനൊക്കെ അത് ഡിറ്റക്ട് ചെയ്യാൻ, ഈ ഒരു മലീഷ്യസ് ആക്ടിവിറ്റീസ് ഡിറ്റക്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് മലീഷ്യസ് ആക്ടിവിറ്റീസ് സിസ്റ്റത്തിൽ നടക്കുവാണെങ്കിൽ അതിനെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റൂട്ട് കിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. A stylus is a pen-like device that works using which technology? Stylus. Stylus എന്നുള്ള ഡിവൈസ് യൂസ് ചെയ്ത് അത് ഏത് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ലേസർ, പോയിന്റർ, UV rays, capacitive touch, magnetic field. Answer is capacitive touch. ഓക്കെ, അത് നമ്മുടെ സ്മാർട്ട് ഫോൺസിലും ടാബ്ലറ്റ്സിലും ഈ ടച്ച് ചെയ്തിട്ട് ഈ വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടേഴ്സ് ഇല്ലേ, നമ്മുടെ ലാപ്ടോപ്സ് ഒക്കെ ഇല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ് കപ്പാസിറ്റീവ് ടച്ച്. അപ്പൊ അതേ ടെക്നോളജി യൂസ് ചെയ്യുന്ന വേറൊരു പെൻ ലൈക്ക് ഡിവൈസ് ആണ് സ്റ്റൈലസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആൻ ഇന്ററപ്റ്റ് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം? ഇന്ററപ്റ്റിന്റെ യൂസ് എന്താണ്? ഓപ്ഷൻസ്: to stop CPU task, to allocate memory, to handle urgent task and input output, to save data, to protect against malware. So the answer is to handle urgent tasks and input output. അല്ലെ, ഇന്ററപ്റ്റ് വെച്ചാൽ നമുക്കറിയാലോ എന്താ, ജസ്റ്റ് ഇന്ററപ്റ്റ് ചെയ്യുക. അതായത് അവിടെ ഒരു പ്രോസസ്സ് നടക്കുവാണെങ്കിൽ പ്രയോറിറ്റി ബേസിൽ നമുക്കൊരു ഹൈ പ്രയോറിറ്റി സംഭവം വരുവാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു പ്രോസസ്സ് അവിടെ ഇൻഫോം ചെയ്യിക്കുക. അതാണ് ഇന്ററപ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ളൊരു പർപ്പസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്. വിച്ച് എക്യുപ്മെന്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് എ കമ്പ്യൂട്ടർ? ഓപ്ഷൻസ്: ഇൻക്രീസിംഗ് സ്റ്റോറേജ് ഓൺ ദ ഹാർഡ് ഡിസ്ക്, extending the size of RAM, adding more USB ports, installing antivirus software, replacing the power supply. So നമുക്ക് ഒരു കോമൺ സെൻസ് വെച്ച് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ അല്ലെ. ആൻസർ ഈസ് എക്സ്റ്റെൻഡിങ് ദ സൈസ് ഓഫ് റാം. നമുക്കറിയാലേ നമ്മുടെ ഫോണിൽ തന്നെ നമ്മൾ എത്ര GB റാം ഉണ്ട് നോക്കിയിട്ടാണ് ഓരോ ഫോണൊക്കെ നമ്മൾ വാങ്ങുന്നത്. റാം കൂടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, സ്പീഡ് കിട്ടും. അത് തന്നെയാണ് ഇവിടെ പറയേണ്ടത്. ബാക്കി ഓരോ ഓപ്ഷൻസും ഇവിടെ suitable അല്ല. നെക്സ്റ്റ്. A handwritten signature can be converted into an image using which of the following devices? So handwritten signature-നെ ഒരു ഇമേജ് ആക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ബാർകോഡ് സ്കാനർ, ഗ്രാഫിക് ടാബ്ലറ്റ്സ്, ജോയ്സ്റ്റിക്, ഒപ്റ്റിക്കൽ മൗസ്, ട്രാക്ക് ബോൾ. സോ ഇതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ഡിവൈസ് നമുക്ക് ഏതാണെന്ന് അറിയില്ല, പക്ഷെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്ഷൻ നോക്കിയാട്ടെ, പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അല്ലെ, ഗ്രാഫിക് ടാബ്ലറ്റ്സ് ആണെന്ന്. ഒരു ബാർകോഡ് സ്കാനർ വെച്ചിട്ട് നമുക്ക് ഒരു ഇമേജ് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ജോയ്സ്റ്റിക് പറ്റുമോ? ജോയ്സ്റ്റിക് എന്താണ്, നമ്മൾ മറ്റേ ഗെയിം ഒക്കെ കളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ജോയ്സ്റ്റിക്. ഒപ്റ്റിക്കൽ മൗസ് നമുക്കറിയാം. ട്രാക്ക് ബോൾ ഇതുപോലെ തന്നെ നമ്മൾ പോയിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ട്രാക്ക് ബോൾ. സോ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഓപ്ഷൻസ് തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. ഗ്രാഫിക് ടാബ്ലറ്റ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ യൂസ് ഓഫ് SMTP? SMTP എന്താണ്? പ്രോട്ടോകോൾസ് എത്ര തരത്തിലുണ്ട്, ഏതൊക്കെ പ്രോട്ടോകോൾസ് ആണ് ഇതൊക്കെ? പ്രോട്ടോകോൾ എന്നുള്ള ഒരു സിലബസിൽ പ്രോട്ടോകോൾ എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ഈ ഇത്തരം കുറച്ച് കാര്യങ്ങൾ നോക്കിപ്പോയാൽ തന്നെ ഇതിന് ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ്: ഫയൽ ട്രാൻസ്ഫർ, വെബ് ബ്രൗസിംഗ്, ഇമെയിൽ ട്രാൻസ്മിഷൻ, ഡാറ്റ എൻക്രിപ്ഷൻ, റിമോട്ട് ആക്സസ്. സോ ആൻസർ ഈസ് ഇമെയിൽ ട്രാൻസ്മിഷൻ. സോ നമുക്ക് ഇമെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ ആണ് SMTP. സോ സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം വരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിസ്റ്റം സോഫ്റ്റ്വെയർ? മൈക്രോസോഫ്റ്റ് വേർഡ്, ഫോട്ടോഷോപ്പ്, യുണിക്സ്, VLC മീഡിയ പ്ലെയർ, ക്രോം. നമുക്കെല്ലാം അറിയുന്നതാണ്. ഇതിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. എന്താണ്? യുണിക്സ് ആണ് ആൻസർ അല്ലെ. ബാക്കി നാലും നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, നമുക്കെല്ലാം ഇതൊക്കെ നമുക്ക് കോമൺ ആണ് അല്ലെ, നമ്മൾ പ്രസന്റ് ജനറേഷൻസ് യൂസ് ചെയ്യുന്ന ഒരു കോമൺ ഐറ്റംസ് ആണ് ഇതൊക്കെ. സോ ഈസിലി നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോയിങ് പോർട്സ് is commonly used to connect an internal hard disk drive HDD to a motherboard? ഏതാണ്?
HDD മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന പോർട്ട് ഏതാണ്? സോ ഇങ്ങനെ പോർട്ടിന്റെ ക്വസ്റ്റ്യൻസ്, ചില പ്രോട്ടോകോളിന്റെ ക്വസ്റ്റ്യൻസ്, ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെ. ഇവിടെ പോർട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻസ് USB, HDMI, സാറ്റ, ഈതർനെറ്റ്, VGA. സോ VGA പോർട്ടൽ എവിടെയാ യൂസ് ചെയ്യുന്നത്, സാറ്റ എവിടെയാ യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ അറിഞ്ഞു പോകണം. ആൻസർ ഈസ് സാറ്റ. സോ എന്താണ് സാറ്റ? സാറ്റ ഇസ് എ സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. സാറ്റയുടെ ഫുൾ ഫോം ആണ് സീരിയൽ അഡ്വാൻസ്ഡ് ടെക്നോളജി അറ്റാച്ച്മെന്റ്. അതെന്ന് വെച്ചാൽ പണ്ടത്തെ നമ്മൾ IDE ഇല്ലേ, അതായത് ഇന്റഗ്രേറ്റഡ് ഡ്രൈവ് ഇലക്ട്രോണിക്സ്, അതാ തോന്നുന്നു IDE കേട്ടിട്ടില്ലേ? ആ പണ്ടത്തെ IDEയുടെ റീപ്ലേസ് ചെയ്ത് പുതുതായി വന്നതാണ് സാറ്റ. ഈ സാറ്റയാണ് ഇന്റേണൽ ഹാർഡ് ഡിസ്ക് ഡ്രൈവിനെ മദർ ബോർഡുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പോർട്ട്. ഓക്കെ, നെക്സ്റ്റ്. Which type of malware can spread across networks without attaching itself to a host file? സോ ഇപ്പൊ തന്നെ ഒന്ന് നോക്കിയേ, ഈ ഒരു മാൾവെയർ ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വന്നു സെയിം ഓപ്ഷൻസിൽ അല്ലെ. അപ്പൊ നമ്മൾ ഒരു സെക്ഷനില് വൈറസ് എന്താണ്, വേം എന്താണ്, ട്രോജൻ എന്താണ്, സ്പൈവെയർ എന്താണ്, ഇതൊക്കെ ഒരു സെക്ഷൻ ആയിട്ട് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ തന്നെ ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലെ. സോ അവിടെ ഒരു എന്താ പറഞ്ഞേ, ഹോസ്റ്റ് ഇല്ലാതെ സ്പ്രെഡ് ചെയ്യാൻ പറ്റിയ ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആൻസർ ഇസ് വേം. വേമിന് ഒരു ഹോസ്റ്റ് വേണ്ട അല്ലെ. സോ ഓരോ, അതായത് ഇപ്പൊ ട്രോജൻ സെൽഫ് മൾട്ടിപ്ലൈ ചെയ്യില്ല, വൈറസ് സെൽഫ് മൾട്ടിപ്ലൈ ചെയ്യും, വേമിന് എന്ത് വേണ്ട, ഹോസ്റ്റ് വേണ്ട. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, സ്പൈവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സീക്രട്ട്ലി മോണിറ്റർ ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ടെർമിനോളജി വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഈസ് എ ഫിഷിംഗ് അറ്റാക്ക്? ഫിഷിംഗ് അറ്റാക്കും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അല്ലെ, അതായത് എന്തായിരുന്നു, ഈ ടൈപ്പ് ടെർമിനോളജീസ് കുറച്ചുണ്ട്. ഫിഷിംഗ്, ദെൻ എന്തൊക്കെയോ കുറച്ചുണ്ടായിരുന്നു അല്ലെ, ഞാൻ ഇപ്പൊ എനിക്ക് പേരുകൾ ഓർമ്മയില്ല. ഇത്തരം കുറച്ച് ടെർമിനോളജീസ് ഉണ്ട്. ഓക്കെ, ഓപ്ഷൻസ്. an attack that involves sending fraudulent emails to steal personal information, a technology used to block website, a method to encrypt data during transmission, um, a type of malware that infects file, a process of scanning networks for vulnerabilities. And the answer is an attack that involves sending fraudulent emails to steal personal information അല്ലെ. അതായത് നമുക്ക് ട്രസ്റ്റ് വർത്തി തോന്നും, അതായത് നമുക്ക് ചില ട്രസ്റ്റഡ് സോഴ്സസ് വരുന്ന ഇമെയിൽസ് ആയിട്ടോ മെസ്സേജസ് ആയിട്ടോ ഒക്കെ നമുക്ക് കിട്ടും. അതിൽ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ അവിടെ കൊടുക്കും. കാരണം നമ്മൾ വിചാരിക്കും ഇത് ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സസ് വരുന്നതാണെന്ന്. പക്ഷേ ആക്ച്വലി നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോഡുലന്റ് മെത്തേഡാണ് അത്. Okay, that is phishing. Then, how can parents monitor the type of content their children are accessing online? Easy question ആണ് അല്ലെ. Using activity logs, using antivirus software, disabling internet access, installing external storage, using word processor. എന്തൊരു ഓപ്ഷൻസ് ആണ് നോക്കിയേ, എത്ര ഈസി ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇത്തരം ഓപ്ഷൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ നമുക്ക് എന്താ ആൻസർ ഇവിടെ വരുന്നത്, ആക്ടിവിറ്റി ലോഗ് അല്ലെ. അപ്പൊ നമ്മൾ ഈവൻ നമ്മുടെ ഫേസ്ബുക്കിൽ പോയി നമ്മൾ എന്താണ് റീസെന്റ് ആയിട്ട് ഏത് പിന്നെ പേജ് ആണ് ഓപ്പൺ ചെയ്തത്, അല്ലെങ്കിൽ എന്ത് ആക്ടിവിറ്റി ആണ് നമ്മൾ റീസെന്റ് ആയി ചെയ്തതെന്ന് കാണാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റി ലോഗ്സ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ. സോ പാരന്റ്സിന് അവരുടെ ചിൽഡ്രൻ ഏതൊക്കെ ഇതാണ് യൂസ് ചെയ്തത്, ഏതൊക്കെ കണ്ടന്റ് ആണ് റീസെന്റ് ആയി യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ആക്ടിവിറ്റി ലോഗ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. What is the difference between IMAP and POP3 in email protocol? So പ്രോട്ടോകോളിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇത് വരുന്നത് അല്ലെ. സോ IMAP-ഉം POP3-യും അത് രണ്ടും ഇമെയിൽ പ്രോട്ടോകോൾസ് ആണ്. ഓൾസോ നേരത്തെ പറഞ്ഞു SMTP-യും പറഞ്ഞു. ഇതൊക്കെ ഇമെയിലുമായിട്ട് ബന്ധപ്പെട്ടേക്കുന്ന പ്രോട്ടോകോൾസ് ആണ്. സോ ഇവിടെ ചോദിച്ചേക്കുന്നത് IMAP POP3 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. IMAP deletes emails after downloading while POP3 keeps them on the server. അങ്ങനെ എവിടെയും കേട്ടിട്ടുണ്ടോ നമ്മൾ ഡിലീറ്റ് ചെയ്യാതെ ഏതെങ്കിലും പ്രോട്ടോകോൾ വന്നിട്ട് നമ്മുടെ ഇമെയിൽസ് ഡിലീറ്റ് ചെയ്യാന്നൊക്കെ? ഇല്ല അല്ലെ. സോ അതല്ല വരിക. IMAP allows syncing across multiple devices while POP3 downloads email to one device. IMAP is used for sending emails while POP3 is used for receiving emails.
IMAP encrypts emails while POP3 does not. IMAP works offline while POP3 requires active internet. അല്ല അല്ലെ, ഈ IMAP ആയാലും POP3 ആയാലും ഒക്കെ ഇന്റർനെറ്റിന്റെ അക്രോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, ആരും ഓഫ്ലൈൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ല. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ഐമാപ്പ് എന്താണ്? ഇന്റർനെറ്റ് മെസ്സേജ് ആക്സസ് പ്രോട്ടോകോൾ ആണ്. അതായത് നമ്മളെ ഈ ചേഞ്ചസ് ഉണ്ടാവല്ലോ, റീഡിങ്, ഡിലീറ്റിങ്, മൂവിങ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഐമാപ്പ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് പോപ്പ്3 എന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ ആണ്. അതെന്താണ്? ഇമെയിൽസ് ഒരു ഡിവൈസിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് പോപ്പ്3. ഓക്കെ, നെക്സ്റ്റ്. വാട്ട് ഡസ് വൈറ്റ് ലിസ്റ്റിംഗ് മീൻ ഇൻ പാരന്റൽ ലോക്ക് സെറ്റിംഗ്സ്? വൈറ്റ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? Options: blocking specific websites, allowing only approved websites or content, monitoring all online activities, disabling internet access, tracking time spent online. And the answer is allowing only approved websites or content. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടികള് പലപ്പോഴും നമ്മുടെ ഫോണ്, നമ്മുടെ ലാപ്ടോപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ സെർച്ച് ചെയ്യുന്നത്, ഇവർ എവിടെയൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്ക് ഫുൾ ടൈം നമുക്ക് മോണിറ്റർ ചെയ്ത് നിൽക്കാൻ പറ്റില്ല അല്ലെ. നമ്മൾ ആക്ടിവിറ്റി ലോഗ് കണ്ടു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കുട്ടികൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാല് അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഇതൊന്നും മനസ്സിലാവാതെ അവർക്ക് ഓരോ കാര്യങ്ങൾ ഫീഡ് ചെയ്ത് പോവുകയാണ് അല്ലെ. സോ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു മെത്തേഡാണ് വൈറ്റ് ലിസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പാരന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചില വെബ്സൈറ്റിലെ ചില കണ്ടന്റ് മാത്രമേ അതിന് മാത്രം ആക്സസ് കൊടുക്കുക. അപ്പൊ ഇവർ എത്ര ഫോണിൽ തലകുത്തി മറിഞ്ഞാലും ഈ ഒരു ആക്സസ് ഉള്ള വെബ്സൈറ്റിൽ മാത്രമേ ഇവർക്ക് കയറാൻ പറ്റുള്ളൂ. ആ ഒരു കൺട്രോളിങ് പാരന്റ്സിന് കൊടുക്കാൻ പറ്റും. അതാണ് വൈറ്റ് ലിസ്റ്റിംഗ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, which of the following is related to non-volatile memory? Then again non-volatile memory questions വന്നിട്ടുണ്ട്. Options: RAM, cache, SSD, register, CPU. And the answer is SSD അല്ലെ, സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് അല്ലെ. ബാക്കിയൊക്കെ എന്താണ്? റാം എന്താണ്? റാം വോൾട്ടൈൽ ആണ്. ബാക്കിയെല്ലാം പ്രൈമറി മെമ്മറീസ് ആണ്. ആൻഡ് സി പി യു എന്നൊക്കെ പറയാണ്, അതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ? സി പി യു എന്നൊക്കെ ഉള്ളത്. ഓക്കെ, സോ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് യൂസ് ചെയ്യുന്ന മെമ്മറീസ് ആണ് നമുക്ക് സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസ് യൂസ് ചെയ്ത മെമ്മറീസ് ആണ് നമ്മുടെ എന്തുണ്ട് നോൺ വോളറ്റൈൽ മെമ്മറീസ് ആയിട്ട് വരുന്നത് അല്ലെ, സെക്കൻഡറി മെമ്മറീസ് ഒക്കെ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. Then next question, which of the following technology is used in optical disc to store data? Options: magnetic field, laser, electrical charge, capacitive touch, UV rays. Answer: laser. സോ ലേസർ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് CDs, DVDs, ബ്ലൂറേ ഡിവൈസസിലൊക്കെ ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നത്. ഒക്കെ അവിടെ യൂസ് ചെയ്യുന്ന ടെക്നോളജി ലേസർ ടെക്നോളജിയാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് എ മാക്രോ ഇൻ MS Excel? A built-in formula to perform calculations, a shortcut for creating charts, a feature to automate repetitive tasks, a formatting tool for adjusting cell size, a tool to sort data in ascending order. ഓക്കെ, ഡാറ്റ അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ സോർട്ട് ഓപ്ഷൻസ് ഉണ്ട്, ഫിൽട്ടർ ഓപ്ഷൻസ് ഉണ്ട്, പിന്നെ ഓരോ ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഓപ്ഷൻസ് കണ്ടാൽ മനസ്സിലാവും അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ജസ്റ്റ് എക്സല് ഒന്ന് ബേസ് ലെവലിൽ ഒന്ന് അറിഞ്ഞു പോയാൽ മതി. എന്താണ് മാക്രോസ് പറഞ്ഞു കഴിഞ്ഞാല് റെപ്പിറ്റേറ്റീവ് ടാസ്കുകൾ മാനുവലി ചെയ്യാതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് റിപ്പറ്റേറ്റീവ് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് MS Excel ഉള്ളത്. Okay, next. How do virtual reality, augmented reality, and artificial intelligence enhance human understanding of complex concepts? എങ്ങനെയാണ്? Options: by replacing human decision making entirely, by creating immersive environments and intelligent systems that help visualizing and process information, by automating all human tasks, by limiting access to information based on user preferences, by focusing only on physical task assistance. എന്താ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലെ. ബൈ ക്രിയേറ്റിംഗ് ഇമ്മേഴ്സീവ് എൻവയോൺമെന്റ്സ് ആൻഡ് ഇന്റലിജന്റ് സിസ്റ്റം ദാറ്റ് ഹെൽപ്പ് വിഷ്വലൈസ് ആൻഡ് പ്രോസസ് ഇൻഫോർമേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Quantum computing, which element is used in place of traditional bits to represent and process information? But traditionally bits എന്നൊരു കേസിൽ
ഇവിടെ എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ എന്താണ് ആ ഒരു ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ഡാറ്റ എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടറിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ക്ലാസിക്കൽ ബിറ്റ്സ്, ക്യൂബിറ്റ്സ്, രജിസ്റ്റേഴ്സ്, കേഷെ, ട്രാൻസിസ്റ്റേഴ്സ്. ജസ്റ്റ് ഓപ്ഷൻ നോക്കിയേ, ക്യൂബിറ്റ്സ് അല്ലേ ആൻസർ. എന്തൊരു ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത് ഒരു ഈ ക്വസ്റ്റ്യൻസിൽ. സോ ആൻസർ ഡയറക്റ്റ് ക്യൂബിറ്റ്സ് ചൂസ് ചെയ്യാൻ പറ്റും. ഈവൻ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ആ ടൈപ്പ് ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ഇത് മെമ്മറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഇത് തന്നെയാണ് നമ്മുടെ ലാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെ, ഈ ഒരു ടൈപ്പ് തന്നെയാണെങ്കിൽ കുറച്ച് ഈസി ആണ് അല്ലെ. പെട്ടെന്ന് തന്നെ ഒരു അത്യാവശ്യം കുറച്ച് സ്കോർ നമുക്ക് ഈസിലി കിട്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു നമ്മള് കൃത്യമായി പഠിച്ചു ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഒരു 5 ഓർ ബിലോ 5 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയാവുന്നതും ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. സോ ഇതൊക്കെയാണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.